ജെയിംസിന്റെ വലിയ സ്വപ്നമായിരുന്നു നിന്റെ വിവാഹം. ഒരു കല്യാണം മുടങ്ങിപ്പോയെന്ന് വെച്ച് നീ ഇങ്ങനെ അപ്സെറ്റ് ആവേണ്ട ഒരു കാര്യവുമില്ല. ഒരെണ്ണമോ? അപ്പൊ ബാക്കിയൊക്കെ എവിടെ പോയി? നിനക്ക് നല്ലത് വരണമെന്ന് മാത്രമേ നിന്റെ പപ്പ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്ത് നല്ലത്? ആന്റിക്ക് അറിയാമല്ലോ എൻ്റെ മമ്മി എങ്ങനെയാ മരിച്ചതെന്ന്. ഇറ്റ് വാസ് എ സൂയിസൈഡ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹിം. ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ലൈഫ് ഹോസ്റ്റലുകളില്ല. ഈ അടുത്ത കാലം വരെ ഇവിടെ നടക്കുന്ന ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ആയിരിക്കാം, പക്ഷേ ഇപ്പൊ നിന്റെ പപ്പയുടെ അവസ്ഥ ഇത്തിരി മോശമാണ്. അതുകൊണ്ട് മോള് പോയി പപ്പയെ ഒന്ന് കാണണം. പുഴുത്ത് ചാവട്ടെ. അല്ലെ തന്നെ എന്തിനാ നാട്ടുകാർക്ക് കളിയാക്കി ചിരിക്കാൻ വേണ്ടി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ? നീ എന്തൊക്കെയാ പറയുന്നേ? അത് നിന്റെ സ്വന്തം പപ്പയെ പറ്റി. ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ആരും ആരുടെയും പപ്പയാകുന്നില്ല. അപ്പോഴത്തെ ഒരു കയ്യബദ്ധം, അല്ല പിന്നെന്താ? ഇവിടെ ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചങ്ങ് മാറിയിരിക്കാം. മോളെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നത്തെ സൊസൈറ്റിയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. മേ ബി ബിക്കോസ് ഓഫ് ദർ ബയോളജിക്കൽ ഡിഫറൻസസ്. Do you know something? Some animal species also does the same. അതുകൊണ്ട് ഇതൊന്നും അത്ര കാര്യമാക്കി എടുക്കേണ്ടതില്ല. നല്ല കമ്പാരിസൺ. മോളെ, അത് ആയിക്കോട്ടെ, ആന്റിക്ക് പറയാൻ വളരെ എളുപ്പാ. പക്ഷെ അനുഭവിക്കേണ്ടി വരുന്ന എന്റെ അവസ്ഥ ആന്റി എപ്പോഴേലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മോളെ, ഇത് നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്ക്. സാഹചര്യങ്ങളാണ് നമ്മളെക്കൊണ്ട് പല തീരുമാനങ്ങളും എടുപ്പിക്കുന്നത്. എന്തായാലും നീ ഹോസ്പിറ്റലിൽ ചെന്ന് പപ്പയെ ഒന്ന് കാണണം. ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തപിക്കാൻ അദ്ദേഹത്തിന് നീ ഒരു അവസരം കൊടുക്കണം. ഞാൻ പോവില്ല. ആന്റി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവില്ല. ചാവാറായപ്പോൾ ഒരു പശ്ചാത്താപം. ഈ അപമാനം സഹിച്ചുകൊണ്ട് എനിക്കിനി ജീവിച്ചിരിക്കണ്ട. ഫുഡ് കഴിച്ചു. അതെ, നാളെ പറഞ്ഞ സമയത്ത് തന്നെ വരുമല്ലോ അല്ലേ? എന്താ ഇത്ര തിരക്ക്? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആ മാട്രിമോണിയൽ സൈറ്റിൽ എന്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. വെറുതെ ഇരിക്കുമ്പോ ഒന്നെടുത്ത് കണ്ടു നോക്ക്. അത് എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നിട്ട് ഇഷ്ടായോ? ആദ്യം വിളിച്ചപ്പോ ആരാ, എന്തിനാ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അത് ശരി. ശരിക്കും പറഞ്ഞാ അന്നേരം ദേഷ്യ തോന്നിയത്. കാരണം ഇങ്ങനെ പ്രപ്പോസലിനെ കുറിച്ച് ആന്റി ഒന്നുമേ എന്നോട് പറഞ്ഞില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ എന്തു തോന്നുന്നു? അങ്ങനെ ചോദിച്ചാൽ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു. ഏതെങ്കിലും കാലത്ത് ഒരു വിവാഹം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. കൊള്ളാലോ, റൊമാൻസ് മാറി ഇപ്പൊ ഫിലോസഫിക്കലായോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ,
മൈ ബോസ് ഈസ് കോളിംഗ്. Catch you tomorrow. Bye bye. ഓ ബൈ. നല്ല ഭംഗിയുള്ള സ്ഥലം. ആ യാത്രയൊക്കെ സുഖമായിരുന്നോ? വാ. ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയല്ലേ? ഓ അത് സാരമില്ല. ടൗണിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് ആദ്യം വരുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഞങ്ങളിങ്ങോട്ട് താമസം മാറിയിട്ട് അധികം കാലം ആയില്ല. പഴയ ഒരു സായിപ്പിൻ്റെ ബംഗ്ലാവാ. ഞങ്ങൾ അതൊന്ന് മേടിച്ച് ഒന്ന് റിനോവേറ്റ് ചെയ്തു, അത്രമാത്രം. എങ്കിൽ നീ സമയം കളയണ്ട, നമുക്ക് മോളെ വിളിച്ചാലോ? അതിനെന്താ? മോളെ ഒന്നിങ്ങി വന്നേ. അവളിപ്പോൾ വരും. ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് ഞങ്ങളുടെ മൂത്ത മോനാ. ഓ എളിയാൾ ബാംഗ്ലൂർ പഠിക്കുക. ഓ മോളുടെ പപ്പയാണല്ലേ? ഞാൻ അവളുടെ പപ്പയല്ല. അവളെൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളാ. അപ്പോൾ കുട്ടിയുടെ പാരൻസ്? അവളുടെ അമ്മ വളരെ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ പപ്പയോ? കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാരനൊരു പനി. കാലാവസ്ഥയുടെ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ അടുത്ത് സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. സിറ്റി ഹോസ്പിറ്റലോ? ഓ റിയലി? അവിടുത്തെ ഒരു ഡോക്ടർ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ, ഡോക്ടർ ശ്രീധർ. ഞാൻ വേണേ വിളിച്ച് സംസാരിക്കാം. അങ്കിളുടെ പേരെന്തെന്നാ പറഞ്ഞേ? അഡ്വക്കേറ്റ് ജെയിംസ് ജോർജ്. ജെയിംസ് ജോ. ഹൈക്കോർട്ടിലായിരുന്നു. ഇപ്പം കുറച്ചു കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇയാളാണ് ജെയിംസ് ജോർജ്? അതെ, പക്ഷേ അത് കുറച്ച് പഴയ ഫോട്ടോയാ. അപ്പോൾ നിങ്ങളാണോ മിസ്റ്റർ മനുകൃഷ്ണ? അതെ, അതെങ്ങനെ അറിയാം? നിങ്ങളുടെ സൗഹൃദത്തെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് വിചാരിച്ചതേ ഇല്ല. ഡാഡി, വാട്ട് ഹാപ്പൻ? ഈ സുഹൃത്തുക്കളെ എനിക്ക് നന്നായി അറിയാം. ദേ ആർ നോട്ട് ജസ്റ്റ് ഫ്രണ്ട്സ്, ദേ ആർ ലൈക്ക് കപ്പിൾസ്. വേണ്ട മോനെ, ഇങ്ങനത്തെ ഒരു ബന്ധം നമുക്ക് വേണ്ട. നീ വാ, നമുക്ക് പോവാം.
are not just friends. They are like couples. They are like couples. They are like couples. ഇങ്ങനത്തെ ഒരു ബന്ധം. They are like couples. They are like couples. Some animal species also does the same. Animal species also does the same. They are like couples. They are like couples. They are like couples. നോ. ഇങ്ങനത്തെ ഒരു കാര്യം കേൾക്കുമ്പോൾ ആർക്കും അത്ര പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. അതേ അന്ന് ഞങ്ങളും ചെയ്തുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് നിന്നെക്കുറിച്ചെല്ലാം മനസ്സിലായി. വെൽ, ആരെങ്കിലും ചെയ്ത തെറ്റുകൾക്ക് നീ എന്തിനാ വെറുതെ സഫർ ചെയ്യുന്നത്? എനിക്കാരുടെ സഹതാപത്തിന്റെ ആശയില്ല. ഞാനീ പറയുന്നത് നിന്നോടുള്ള സഹതാപം കൊണ്ടൊന്നുമല്ല. എൻ്റെ മകന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. നിനക്ക് ഇപ്പോഴും പപ്പയോട് ദേഷ്യമാണോ?